വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഒരാളുടെ പുറകിൽ ചുമ്മാ കയറിയിരുന്നാൽ വേറെ അതിൻ്റെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഒരാൾ കൈ കാണിച്ച് നിർത്തി അവനെ കൂടെ കയറ്റിയിരുത്തിയാൽ അവൻ്റെ ജാതകം എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ കൊണ്ടുവന്ന് രണ്ടുപേരും കൂടെ അപകടത്തിലായി പോകരുത്. കണ്ടകശ്ശേരി കൊണ്ടേ പോകുമെന്നാണ്. സ്ത്രീയാണെങ്കിൽ പുരുഷനുമായിട്ടുള്ള സൗഹൃദവും പുരുഷനാണെങ്കിൽ സ്ത്രീയായിട്ടുള്ള സൗഹൃദവും ഒക്കെ ഉത്തമത്തിലായിട്ട് നിൽക്കുക. അതിനപ്പുറത്തേക്ക് പോയ കാരണം അപമാനവും അപഖ്യാതിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ. നമസ്കാരം. മഹാദേവൻ്റെ നക്ഷത്രമാണ് തിരുവാതിര. ഞാൻ തിരുവാതിരയും തിരുവോണത്തെക്കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ചില സംശയങ്ങൾ ഒരുപാട് പേര് വിളിച്ച് ചോദിച്ചപ്പോൾ ജ്യോതിഷ പണ്ഡിതന്മാർക്കാണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ കഴിയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ജ്യോതിഷ ശാസ്ത്രത്തെക്കുറിച്ച് എനിക്കൊരു ധാരണയില്ല, എനിക്കറിയാനും വയ്യ. ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു അത് അബദ്ധമാവണ്ടെന്ന് വിചാരിച്ച് ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായി പറയാൻ കഴിവുള്ള ശ്യാമിനെ കൂടെ വിളിച്ചത്. അപ്പോൾ മഹാദേവൻ്റെ നക്ഷത്രമാണ് തിരുവാതിര. അപ്പോൾ ആ നക്ഷത്രത്തെക്കുറിച്ചൊന്നൊരു പൂർണ്ണ വിവരം ഒന്ന് കൊടുത്താണ്. എല്ലാവർക്കും നമസ്തേ, സ്വാമിജിക്ക് നമസ്കാരം. കഴിഞ്ഞ എപ്പിസോഡ് പോയപ്പോൾ നിരവധി പേരിങ്ങനെ പറഞ്ഞു സ്വാമിജിയുടെ ലക്ഷണശാസ്ത്രത്തിൻ്റെ അത് പറഞ്ഞത് വളരെ നന്നായി, അതിൻ്റെ കൂടുതൽ ഗഹനമായ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാവാൻ സാധിച്ചു എന്ന് പറഞ്ഞു. ഇന്ന് സ്വാമിജിയിൽ നിന്ന് കിട്ടിയ വേറൊരു പുതിയൊരു അറിവ് ഞാൻ നിങ്ങളുടെ ഷെയർ ചെയ്യുന്നു. അതായത് കുടുംബദേവത, അതിൻ്റെ പ്രാധാന്യം സ്വാമിജി പല എപ്പിസോഡുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഞാൻ പഠിച്ച അറിവിൽ നമ്മൾ ഏതെങ്കിലും ഒരു അമ്പലത്തിൽ പോകുമ്പോൾ ആ അമ്പലത്തിലോട്ട് കാലെടുത്ത് വയ്ക്കുമ്പോൾ ആദ്യം യോഗീശ്വരനെയും അവിടുത്തെ മന്ത്രമൂർത്തിയെയാണ് പ്രാർത്ഥിച്ചിട്ട് മെയിനായിട്ടുള്ള ദേവതയെ പ്രാർത്ഥിക്കുക. സ്വാമിജി പറഞ്ഞു തന്നത് മന്ത്രമൂർത്തി എന്ന് പറയുന്നത് ആ ദേവാലയം പ്രതിഷ്ഠിച്ച വ്യക്തിയാണ്. ആ മന്ത്രം കൊണ്ട് പൂരിതമായി തൻ്റെ ഉപാസനാമൂർത്തിയെ കുടുംബത്തിനും നാട്ടിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടി അദ്ദേഹം ശിലയിൽ സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ ഊർജം അവിടെ ഉണ്ട്. ഞെട്ടിക്കുന്ന ഒരു ലക്ഷണശാസ്ത്ര അനുഭവം. DNA ശരിക്കും സ്വാമിജി പറയുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നുന്നുണ്ട്. സ്വാമിജി പറയുന്നതിൽ ഇതിനേക്കാളും അത്ഭുതപ്പെട്ട പ്രവചനങ്ങൾ സ്വാമിജി നടത്തിയിട്ടുണ്ട്. ഒരാൾ വന്നപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു കിണർ കാണുന്നുണ്ട്. ആ കിണറ്റിൻ്റെ അകത്തു നിന്നും ധാരാളം ചെടികൾ ഇങ്ങനെ മുകളിലേക്ക് ഒടിച്ചു വരുന്നുണ്ട്. അത് എത്ര തന്നെ ഒടിച്ച് കളഞ്ഞാലും അത് വീണ്ടും വീണ്ടും പൊടിച്ചു. അയ്യോ ആണ് സ്വാമി, അത് നമ്മുടെ ഒരു കുടുംബക്ഷേത്രമായിരുന്നു. സ്വാമി അടുത്ത പ്രവചനം, അതിൻ്റെ അകത്ത് അവസാനം വന്ന നാഗശില, കമ്പലൻ, അങ്ങനെ എന്തോ സ്വാമി പറഞ്ഞു. അതിനകത്ത് ആ വർഗത്തിൽപ്പെട്ട ഒരു നാഗത്തിനെ എടുത്ത് എനിക്ക് ചെറിയ ഓർമ്മയുള്ളൂ. ഈ നമ്മുടെ കാലഘട്ടം മാറുമ്പോൾ പണ്ട് യോഗീശ്വരന്മാർ എന്തിനാണ് ഈ കുടുംബത്തിലെ ദൈവിക അനുഗ്രഹം കിട്ടി വന്ന് ജനിക്കുന്ന ആൾക്കാർ തലമുറകൾക്ക് നന്മയുണ്ടാകാനായിട്ടാണ് വീടിൻ്റെ തെക്ക് ഭാഗത്ത് ദേവിയെ പ്രതിഷ്ഠിക്കുകയും സർപ്പക്കാവ് സ്ഥാപിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തിനാണ്? കുടുംബത്തിന് പാരമ്പര്യമായി ഐശ്വര്യവും സമ്പത്തും നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കാലഘട്ടം മാറിയപ്പോൾ എല്ലാവർക്കും ഇതിനകത്തുള്ള വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ട് ഈ സ്ഥലങ്ങൾ ഒന്നുമൊക്കെ ജോലിയൊന്നും ചെയ്യാതിരുന്ന് ഇതൊന്നും ചെയ്യാതെ ഓരോ തലമുറകളായിട്ട് നശിച്ച് ഇതൊക്കെ ഇടിച്ച് നിരത്തി കളഞ്ഞ് ക്ഷേത്രങ്ങൾക്ക് വിളക്ക് വയ്ക്കാനും എണ്ണയും തിരിയും വാങ്ങിക്കാനും പോലും ആളില്ലാതെ സർപ്പക്കാവിനെയൊക്കെ കൂടി എടുത്തുകൊണ്ട് മണ്ണാർശാലയോ വെട്ടിക്കോടൊക്കെ കൊണ്ടുവച്ച് ഒടുവിൽ അവിടെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി ഇതൊന്നും അറിയാതെ ആർക്കെങ്കിലും വിൽക്കും. ഈ വന്ന് മേടിച്ച് അവിടെ കൊണ്ട് സ്ഥലം മേടിക്കണമെന്ന് സ്കിൻ ഡിസീസൊക്കെ വന്ന് അവസാനം വേറൊരവസ്ഥയിലാവും. പക്ഷേ ഈ നാഗങ്ങളെ പ്രതിഷ്ഠിച്ചിരുന്നവർ കുറേയൊക്കെ എടുത്തുകൊണ്ട് പോകും. നോക്കുമ്പോൾ ഒരെണ്ണം അങ്ങനെ മണ്ണിൻ്റെ ഇടയിൽ കിടന്നാൽ ഇതിനെ എടുത്ത് ഈ കെട്ടിനകത്ത് വല്ലതും ഇടും. ഈ ശക്തിയാണ് നമ്മളെപ്പോഴും ഈ നാഗാരാധന എന്ന് പറയുന്നത്. ഈ ഭൂമിയുടെ നാഗങ്ങൾ, ദൈവങ്ങളെ, ഭൂമിയുടെ ശക്തി എന്ന് പറയുന്നത്, അധിപന്മാരെന്ന് പറയുന്ന നാഗങ്ങളാണ്. അതാണ് നാഗങ്ങളെ കൊല്ലുമ്പം ഇത് കൊല്ലരുതെന്ന് ഞാൻ നിരന്തരം പറയുന്നതിൻ്റെ കാരണം അതാണ്. നാഗമന്ത്രങ്ങളുടെ ശക്തി, നാഗത്തിൻ്റെ ശക്തി, അത് ഭയങ്കര അത്ഭുതം. ഞാൻ ബാബാ സുരേഷോട്ട് ഭയങ്കര ആത്മബന്ധമുള്ള ഒരാളാണ്. ബാബാ സുരേഷ് നാഗലോകത്തു നിന്ന് ഒന്നാണ്. ഒരു നാഗവും ബാബയെ കുത്തുന്നതൊക്കെ തന്നെ നാഗത്തിന് വീണ്ടും ശക്തി കൊടുക്കാനാണ്. സുരേഷിന് വീണ്ടും ശക്തി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നാഗം കുത്തുന്നത്. ഇപ്പം ആനിയമ്മ എന്ന് പറഞ്ഞ് ഞാൻ കോട്ടയത്തുള്ള ഒരാളെക്കുറിച്ച് ഞാൻ സംസാരിച്ചു. ആനിയമ്മ 11-12 തവണ കൊത്തി. അവസാനം ഞാനവിടെ പോയി കുക്കി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പോയി പരിഹാരം ചെയ്യാൻ പറഞ്ഞ് വിളിച്ചു. എന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ വിളിക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോയിൽ, പാമ്പ് കൊത്തിന്ന് സ്വപ്നം കണ്ട്. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ട് ഇന്നലെ എന്നെ വിളിച്ചിരുന്നു, സ്വാമി കൊത്തിയില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കൊത്തുന്ന IMA കൊത്തുന്ന എന്തിനാണ്? അത് സംരക്ഷണം കൊടുക്കുന്നതാണ്. ഇത് രണ്ടും ഉണ്ട്.
രണ്ടുമുണ്ട്. നമ്മൾ എല്ലാം കൊല്ലാൻ വേണ്ടിയല്ല കുത്തുന്നത്, ചിലത് സംരക്ഷിക്കാനായിട്ട് ആണ് കുത്തുന്നത്. ഇപ്പം നളനില്ല, നളൻ്റെ കഥ നിങ്ങൾ പുരാണങ്ങളിൽ എടുത്ത് നോക്കണം. നളരാജാവ് കാട്ടിക്കൂടെ പോകുമ്പോൾ ഈ കാട് തീ പിടിക്കുന്നു. കാട് തീ പിടിക്കുമ്പോൾ കാർക്കോടകൻ എന്ന് പറഞ്ഞ നാഗം തീയിൽ ഇങ്ങനെ വെന്തുരുകയാണ്. വെയിൽ ചൂടേറ്റ് അങ്ങനെ നാഗരാജാവ് ചത്തുപോകും, വെന്തുരുകിപ്പോവും. അപ്പം നളൻ എടുക്കും, ഓടി തീയിൽ ചാടിയിട്ട് ഈ കാർക്കോടകനെ രക്ഷിക്കുമ്പോൾ കാർക്കോടകൻ ആദ്യം ചെയ്യുന്നത് നളനെ ഒരൊറ്റ കൊത്താണ്. ഇദ്ദേഹത്തിൻ്റെ ശരീരം നീലനിറമായി പോവും. നീലനിറമായി കഴിയുമ്പോൾ പറയും, ഞാൻ പിന്നെ നളൻ രാജാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ ആ ഒരു അനുഭവം, ദുരന്തം അനുഭവിക്കേണ്ട കാലഘട്ടത്തിൽ അദ്ദേഹം രാജ്യം ഇറങ്ങിയ ആളാണ്. അപ്പോൾ കാട്ടിൽ തീപിടുത്തം ഉണ്ടായി, ഈ കാർക്കോടകനെ രക്ഷിച്ചു. കാർക്കോടകൻ കൊത്തി മറ്റൊരാളെ അവസ്ഥയായിട്ട് ഒരു രാജ്യത്ത് പോയിട്ട് തേരാളിയായിട്ട് ജീവിച്ചു രാജാവിൻ്റെ. അപ്പോൾ അത്രയും കാലഘട്ടം മാറി നിൽക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളാക്കി തീർത്തതാണ്. ഇതേപോലെ നാഗങ്ങളെല്ലാം തന്നെ വരുന്നതിന് കാരണമുണ്ട്. നമ്മുടെ വീടിൻ്റെ വടക്ക് വശത്തൂടെ അടുക്കള ഭാഗത്തൂടെ ചേര കടന്നു പോകണം, ആൾക്കാർ അടിച്ചു കൊല്ലും, വളരെ അപകടകരമാണ്. അടുക്കളയ്ക്കകത്ത് കയറും, അപകടകരമാണ്. ഞാൻ ഒരിക്കൽ ഒരു വീട്ടിൽ പോയിട്ട് പറഞ്ഞു, ഇവിടെ ചേര വരുമോ? ഇവിടെ ചേരയൊന്നും വരില്ല. ലക്ഷണത്തിൽ നിങ്ങളുടെ അടുക്കളയുടെ ആ ചട്ടിയൊക്കെ ഇരിക്കുന്ന ഭാഗം അതിൻ്റെ അവിടെ ഇരിപ്പുണ്ട്, അതിനകത്തൊരു ചേര ഇരിപ്പുണ്ട്, പോയി നോക്കിക്കോളാൻ പറഞ്ഞ പോലെയാണ് ജൂറിൻ്റെ അവിടെ ഇരിക്കുന്നത്. ഇത് നമ്മളെ അത്ഭുതപ്പെടും, നമ്മൾ സിദ്ധി കൊണ്ടൊന്നും പറയുന്നതല്ല, ലക്ഷണത്തിൽ നോക്കുമ്പോൾ കാണുന്നതാണ്. നാഗങ്ങളെ നമ്മൾ തൊടാതിരിക്കുക, കൊല്ലാതിരിക്കുക. അത് വളരെ നമ്മുടെ പരമശിവനുമായിട്ട് മഹാദേവനുമായിട്ട് ബന്ധമുണ്ടായെങ്കിൽ ഈ തിരുവാതിര നക്ഷത്രക്കാർ പാമ്പിനെ അടിച്ചു വന്നാൽ അവരുടെ ജീവിതത്തിൻ്റെ അവസാന കാലം മഹാദുരിതമായിരിക്കും, അല്ലേ? ഒന്നാം നക്ഷത്രം കൊല്ലായിരിക്കും. അപ്പോൾ തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഒരു മഹത്വം പറഞ്ഞ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഞാൻ തിരുവാതിരയെക്കുറിച്ചുള്ള എല്ലാ ഫലങ്ങളും പറഞ്ഞതാണ്, എന്നാലും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള ഫലങ്ങൾ കൂടെ ഒന്ന് പറഞ്ഞു തരും. അപ്പോൾ ഈ ധർമ്മദേവതയെ നിങ്ങൾ പാലിക്കുക, കുടുംബദേവതയെ എത്രയും ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടുകൂടിയും ആചരിക്കുക. നിങ്ങളുടെ വീട്ടിലൊരു ഉപാസനാമൂർത്തി, നിങ്ങൾ എപ്പോഴും വിളിക്കുന്ന ഒരു മൂർത്തിയെ പ്രാർത്ഥിക്കുക. പിന്നെ സ്വാമിജി പറഞ്ഞ പോലെ കുടുംബക്ഷേത്രം ഉണ്ടെങ്കിൽ പരിപാലിക്കുക. നമുക്ക് ഒരു എണ്ണയും തിരിയുമാണ് വാങ്ങിച്ചു വയ്ക്കാൻ കഴിയുന്നെങ്കിൽ അത് മതി, അതുകൊണ്ട് പാലിക്കുക. പിന്നെ സ്വാമിജി എപ്പോഴും എല്ലാ ചാനലിലും പറയുന്നതാണ്, നിങ്ങളുടെ മൂന്നാമത്തെ തലമുറ അതിൽ ബാധിക്കും. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, കുടുംബക്ഷേത്രം തകർന്ന നിങ്ങൾ ഏത് കുടുംബം എടുത്ത് നോക്കിക്കോളൂ, അത് അവിടെ നിന്ന് വരുന്ന ആ പ്രത്യേകിച്ച് പെൺകുട്ടികൾ മോശപ്പെട്ട വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുകയും അവരുടെ ജീവിതം നശിച്ചു കാണുന്നു. ഇതൊരു പഠന വിഷയമാക്കേണ്ട ഒരു സബ്ജക്റ്റാണ്, നിങ്ങളത് നോക്കിക്കോളൂ. ഇനി തിരുവാതിരയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു വിഷയജ്ഞാനം ധാരാളം ഉള്ള ആൾക്കാരാണ്. കുറേ നല്ല കാര്യങ്ങൾ പറയും, എല്ലാം മോശം പറയണമെന്ന് പറയും പോലെ. ഇനി ഈ വ്യാഴമാറ്റം വരുമ്പോൾ അവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. വ്യാഴം എപ്പോഴാണ് മാറ്റം വരിക? ഇതിപ്പോൾ ജൂൺ 2-ന്. ജൂൺ 2-ന് വ്യാഴത്തിന് മാറ്റമുണ്ട് എന്ന് വിചാരിച്ച് പോയി ലോട്ടറി എടുത്ത് അടിക്കുമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ ഇവർക്ക് ദുർവാശി, ദുരാഗ്രഹം ഇതൊക്കെ കൂടുതലാണ്. സംഭാഷണം നല്ലവണ്ണം സംഭാഷണം ചെയ്യുന്ന ആൾക്കാരുമാണ്. പിന്നെ അവർ ശനി, കേതു, സൂര്യദശ ഇവർക്ക് ശ്രദ്ധിക്കണം. ഈ കാലയളവിലൊക്കെ ശ്രദ്ധിക്കണം. നേരത്തെ സ്വാമി പറഞ്ഞ പോലെ സർപ്പഭജനമാണ് ഇവർക്ക് ഏറ്റവും. പിന്നെ മഹാദേവൻ്റെ മഹാദേവൻ കഴുത്തിലണിഞ്ഞ് അതിനെ സംരക്ഷണമായിട്ടിരിക്കുമ്പം അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ നാഗമന്ത്രം പഠിച്ച തിരുവാതിര നക്ഷത്രമാണോ നാഗമന്ത്രം പഠിക്കണം. ഇല്ലെങ്കിൽ ഒറ്റവരി തന്നെ ഉണ്ട്. ഓം വിനായകനെ വിശദാശ്വരി ക്ലിം നാഗ യക്ഷിണി സ്വാഹ നമഃ എന്ന് പറയുന്ന മന്ത്രം എല്ലാ തന്ത്രമാതൃക പുസ്തകങ്ങളിലും കാണും. അത് മേടിച്ച് നിങ്ങളൊന്ന് പഠിച്ചു നോക്കൂ, എന്തോരം മാറ്റം ഉണ്ടാകും എന്നറിയൂ. ശരീരത്തിന് മാറ്റം ഉണ്ടാകും, നമ്മുടെ ഓർമ്മക്കുറവ് ഉണ്ടാകുന്നതിന് മാറ്റം ഉണ്ടാകും, ഞരമ്പുകൾക്കുണ്ടാകുന്ന ഇതിന് മാറ്റം ഉണ്ടാകും. അത് ജപിക്കുന്നൊരു രീതിയുണ്ട്. നമ്മളിപ്പം ഞാൻ പറയുന്ന പോലെ സ്പീഡിൽ പറഞ്ഞാൽ പറ്റില്ല. ഓ വിനായതനയേ വിശ്വനാഗേശ്വരി ക്ലിം നാഗയക്ഷിണി സ്വാഹ നമഃ. ഇങ്ങനെ നിങ്ങൾ ജപിച്ചു പോകും, നമ്മുടെ ശരീരത്തിലെ സകല നാഡികളും അനങ്ങും. സകല നാടി. എനിക്ക് 63 വയസ്സുണ്ട്, ഞാൻ രാവിലെയും രാത്രിയും ഇത് ജപിച്ചിട്ടേ കിടക്കുള്ളൂ. അല്ലെങ്കിൽ മറ്റേ മന്ത്രമുണ്ട്, അനന്തം വാസിയും ശേഷൻ പത്മനാഭൻ നഞ്ചൻ കമ്പലൻ ശംഖുപാലന്തരാക്ഷൻ ദക്ഷയൻ കാളിയന്തത. ആ നാഗമന്ത്രം ജപിച്ചാലും ആ അഷ്ടനാഗങ്ങളുടെ പേര് പറഞ്ഞ് ജപിച്ചാൽ പോലും ഉണ്ടാകുന്ന മാറ്റം എന്തോരം മാറ്റം നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഇപ്പം എനിക്കിതെല്ലാം പറഞ്ഞു തരാൻ പറ്റില്ല, എന്നാലും തന്ത്രമാന്ത്രിക പുസ്തകങ്ങൾക്കകത്ത് അത് കാണും. തിരുവാതിര നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ദോഷഫലങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ ദോഷത്തിന് പരിഹാരമായി നിങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇത്തരം കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നത് വളരെ നല്ലതാണ്. വ്യാഴമാറ്റമാണോ പറഞ്ഞത്? വ്യാഴമാറ്റമുണ്ട്. ജൂൺ 2-ന് വ്യാഴമാറ്റമുണ്ട്. നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണെങ്കിൽ അതിനൊരു മാറ്റം ഉണ്ടാകും. പിന്നെ പാർട്ട്ണർഷിപ്പൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം കൈകാര്യം. നിങ്ങൾക്ക് കൂടുതലും അഡമൻ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇവർ. ഒരാളെ
നമ്മൾ തിരസ്കരിച്ചാൽ പിന്നെ അവരെ തിരിഞ്ഞു നോക്കാത്തവർ. ഭയങ്കര ശിവന്റെ പ്രകൃതമാണ് അവരൊക്കെ എല്ലാം. പക്ഷേ കട്ടൻ റൈറ്റാണ്. അപ്പം അത് വളരെയധികം ശ്രദ്ധിക്കണം. പിന്നെ ഈ പക്കനാൾ വരുന്ന ദിവസം, അവരവരെ ജന്മനക്ഷത്രം വരുന്ന ദിവസം നാഗാരാധനയിൽ പങ്കെടുക്കുക, ആയില്യത്തിന് കൊടുക്കുക, അത്തരം നല്ല കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നക്ഷത്രദേവൻ നേരത്തെ പറഞ്ഞതുപോലെ ശിവനാണ്. പിന്നെ മൃഗം പെൺപട്ടിയാണ്. അപ്പോൾ ഒരു കാരണവശാലും പട്ടിയെ ഉപദ്രവിക്കാനോ പ്രസവിച്ച് കിടക്കുന്ന പട്ടികളെ ഉപദ്രവിക്കാനോ ആട്ടി ഓടിക്കാനോ ഇതൊന്നും ഈ നക്ഷത്രക്കാർക്ക് പാടില്ല. പിന്നെ പക്ഷി ചകോരമാണ്, അത് കിട്ടാൻ സാധ്യതയില്ല. പിന്നെ ഭൂതം ജലഭൂതമാണ്. അപ്പോൾ ദിവസവും ജലത്തെ തൊട്ട് വന്നിക്കുന്നതും ജലം കൊണ്ട് തർപ്പണം ചെയ്യുന്നതും ശിവന് ധാര കഴിക്കുന്നതും ജലധാര കഴിപ്പിക്കുന്നതും ഇതൊക്കെ വളരെ ഈ ഒരു കാലഘട്ടത്തിൽ ജലധാര നമ്മൾ ശിവക്ഷേത്രത്തിൽ ധാരയ്ക്ക് കൊടുക്കുന്ന വലിയ പൈസ ചിലവുള്ളതല്ല. ധാര കൊടുക്കുന്ന വളരെ നല്ലതാണ്. കൂവളം കെട്ടി കൊടുക്കുകയും ചെയ്യും അല്ലേ? അതെ. ശിവനെ സംബന്ധിച്ച് കൂവളമാല കൊടുക്കുന്നുണ്ടോ? അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും പിന്നെ ഈ സംഭാഷണത്തിൽ നമ്മളൊരു മിതത്വം പാലിക്കണം. നമ്മൾ എടുത്തടിച്ച പോലെ നമ്മളൊന്നും പറയാം. അത് ഭർത്താക്കന്മാരോട് എനിക്കറിയാവുന്നൊരു തിരുവാതിരയുണ്ട്. ഭർത്താക്കന്മാരെ ചവിട്ടിയാണ് നിർത്തിയേക്കുന്നത്. പറയുമ്പോഴേ കാര്യം ആ കുട്ടി വളരെ സാധു കുട്ടിയാണ്. പക്ഷെ ദേഷ്യം വരുമ്പം ഭർത്താവ് ഇങ്ങനെ തൊഴുത് ഹനുമാൻ ശ്രീരാമൻ്റെ മുമ്പിൽ നിൽക്കണ പോലെ നിൽക്കുന്നതാണ്. പെട്ടെന്ന് റൈറ്റായിട്ട് എടുത്ത് സംസാരിച്ചു. അങ്ങനെയാണല്ലോ അഡമൻ്റ് ആയിട്ടുള്ള നേച്ചർ. പെട്ടെന്ന് ദേഷ്യം വരുമ്പോൾ മനസ്സിലൊന്നും ഇല്ലെങ്കിലും ദേഷ്യം വരുമ്പോൾ അങ്ങനെ സംസാരിച്ചോളൂ. പിന്നെ 9 സർപ്പം നിൽക്കുന്നതുകൊണ്ട് ഇപ്പം അച്ഛന് ആരോഗ്യക്കുറവും അച്ഛനെ സംബന്ധിച്ചിട്ടുള്ള പിതാക്കന്മാർക്ക് ഒത്തിരി ദോഷകാലമാണ് തിരുവാതിര നക്ഷത്രക്കാർ. അതൊന്ന് ശ്രദ്ധിക്കുക. അച്ഛനെ കൂടുതൽ കെയർ ചെയ്യുക, അത്തരം കാര്യങ്ങൾ ചെയ്യുക. പിന്നെ കണ്ടകശനി നടക്കുന്ന ഒരു കാലഘട്ടം ഇപ്പോഴല്ലേ? അതാണ് നമുക്ക് ഇത്രയും ദോഷം. ദക്ഷിണശാസ്ത്രത്തിനകത്ത് ഇതിന് ദോഷം വരുന്ന കണ്ടകശനിയുടെ എത്ര കാലം ഉണ്ടത്? അതിന് ഒരു വർഷം കൂടെ പോകണം. അപ്പോൾ ഒരു വർഷം. അപ്പോൾ തുടങ്ങിയിട്ട് എത്ര കാലമായി? ഒരു വർഷം 1.5 വർഷം കഴിഞ്ഞു. അതാണ് ഞാൻ തിരുവാതിര തിരുവോണം ഈ ജാതകമില്ലാതെ പറഞ്ഞപ്പോൾ ലക്ഷണശാസ്ത്ര പ്രകാരം ദോഷങ്ങൾ പറഞ്ഞത്. ഈ കണ്ടകശനി കടന്നു പോകുന്ന കൊണ്ടേ പോകൂ കണ്ടകശനി അല്ലേ? അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അത് നിസ്സാരമായിട്ട് എടുത്ത് കളയരുത്. പാർട്ണർഷിപ്പ് ബിസിനസ്സൊന്നും തുടങ്ങരുത്. വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. ഒരാളുടെ പുറകിൽ ചുമ്മാ കയറിയിരുന്നാൽ വേറെ അവരുടെ നമ്മൾ വണ്ടിയിൽ പോകുമ്പോൾ ഒരാൾ കൈ കാണിച്ച് നിർത്തി അവനെ കൂടെ കയറ്റിയിരുത്തിയാൽ അവൻ്റെ ജാതകം എങ്ങനെയാണെന്ന് അറിയത്തില്ല. നമ്മൾ കൊണ്ടുവന്ന് രണ്ടുപേരും കൂടെ അപകടത്തിലായി പോകരുത്. കണ്ടകശനി കൊണ്ടേ പോകുമെന്നാണ്. അതുകൊണ്ട് ഇത്തരം രാഹുകാലം കഴിഞ്ഞ രാഹുകാലം ഗുളികാലം ഒക്കെ നോക്കിയിട്ടിറങ്ങുന്നതാണ് നല്ലത് വീട്ടിൽ നിന്നല്ലേ? ശ്രദ്ധ വേണം. പ്രീതിയൊക്കെ ചെയ്യുന്നത് വളരെയധികം നല്ലതാണ്. ഇന്ന് ശബരിമല വിശ്വാസമൊക്കെ ഉള്ളവരാണെങ്കിൽ ശബരിമല ഒന്ന് പൊക്കോട്ടെ. അതെ, ശബരിമല അയ്യപ്പന്റെ ഭജനമൊക്കെ നടത്തുന്നത് നല്ലതാണ്. എൻ്റെ അടുത്ത് ഞാൻ കമന്റിനകത്ത് ഒരുപാട് പേര് എപ്പോഴാണ് എത്ര കാലം വരെ എന്ന് ചോദിച്ചു. ഇതിപ്പോൾ ഇനി ഒരു വർഷം കൂടെ ഉണ്ടാവും. ഒരു വർഷമാണ്. അപ്പോൾ 12 മാസം ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ്? മനസ്സ്, ശരീരം, കർമ്മം, ധനം, ദാമ്പത്യം, സാമ്പത്തികം എല്ലാ കാര്യങ്ങൾക്കകത്തും ഒരു 12 മാസത്തേക്ക് കണ്ടകശനിയാകുമ്പോൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് നമുക്കുണ്ടാകുന്ന ആഘാതങ്ങൾ പ്രതീക്ഷിക്കാതെ നമ്മൾ എന്നും നടന്നു പോകുന്ന വഴിയാണ്, അവിടെ ഒരു കുഴപ്പമില്ല. പക്ഷേ കണ്ടകശനി കാലഘട്ടത്തിലാണെങ്കിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് അപ്പോഴവിടെ നിന്ന് ഇതുവരെ ഒടിഞ്ഞു വിടാത്ത നല്ല ബലമുള്ള മരം ഒടിഞ്ഞ് നമ്മുടെ പുറത്തൂടെ വിടാനുള്ള സാധ്യതയുണ്ട്. അതാണ് കണ്ടകശനി. വളരെ ആപത്തുള്ളൊരു കാലഘട്ടമാണ് അല്ലേ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ യഥാർത്ഥത്തിൽ നമ്മൾ അതിനകത്ത് തിരുവാതിര നക്ഷത്രമുള്ളവർ നല്ല ജ്യോതിഷ പണ്ഡിതന്മാരെ കാണുക. ഇല്ലെങ്കിൽ ശ്യാമിൻ്റെ നമ്പറുണ്ട്, എടുത്ത് വിളിച്ചിട്ട് ശ്യാമിൻ്റെ സമയം നോക്കിയിട്ട് വന്നു കഴിഞ്ഞാൽ ശ്യാം അത് കൃത്യമായിട്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. ശ്യാമിൻ്റെ നമ്പർ കൊടുത്തേക്കണം അതിനകത്ത് പറയും. പിന്നെ ഈ കറുപ്പ്, അവർക്ക് ഈ രാഹുവിൻ്റെ നിറമായ കറുപ്പ്, കരിനീല വസ്ത്രങ്ങൾ ഇതൊക്കെ ധരിക്കുന്നതും ദോഷപരിഹാരങ്ങൾക്ക് വളരെയധികം സഹായിക്കുന്നതാണ്. കറുത്ത വസ്ത്രം ധരിക്കാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ കുടുംബദേവതയെ പ്രാർത്ഥിക്കുക. വാക്കിംഗ് ഡിസ്റ്റൻസിന് അടുത്തുള്ള അതിന് പരദേവത എന്ന് പറയും. അത് പലർക്കും കുടുംബദേവത അറിയില്ല. കുടുംബക്കാർക്ക് അറിയില്ല. അങ്ങനെ കാരണം വിട്ടുമാറി വന്നവരാണ്. ഇപ്പോൾ തിരുവനന്തപുരത്ത് എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിൽ നിന്നും വന്ന് താമസിക്കുന്നവരാണ്. കുടുംബദേവസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ദൂരെയാണ്, ഇല്ലെങ്കിൽ കല്യാണം കഴിച്ച് പോയവരാണ്. ഈ ദോഷദുരിതങ്ങൾ വരുമ്പോഴാണ് കുടുംബദോഷങ്ങൾ. ഞാനിപ്പോൾ മുറുപാലത്തടി മാടന്തമ്പുരം ക്ഷേത്രത്തിൽ ഇരിക്കുമ്പം കുടുംബദേവതയുടെ ദോഷം കണ്ട് പറയുമ്പോൾ എവിടാന്ന് പോലും അറിയാൻ വയ്യ. അപ്പോൾ ക്ഷേത്രം നമ്മളെ കുടുംബത്തിൽ അമ്മയുടെ അച്ഛൻ്റെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട് കുടുംബക്ഷേത്രം ഉണ്ടാവും. ഹിന്ദുക്കളാണെങ്കിൽ യാതൊരു സംശയവുമില്ല, അതുണ്ടാവും. അപ്പോൾ അത് കണ്ടുപിടിച്ച് അവിടെ ഉള്ള പരിഹാര ക്രിയകളൊക്കെ ചെയ്താൽ തന്നെ നമുക്ക് ഒരു 50% മാറ്റം ഉണ്ടാവും, വേറെ ഒന്നും ചെയ്യാൻ പോയില്ലെങ്കിൽ പോലും. ഇതുപോലെ സ്വാമി ഇത് പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വരുന്നത്, സ്വാമി കർണയക്ഷി സാധനയാണ് ചെയ്യുന്നത്. അപ്പോൾ പെട്ടെന്ന് അത് നമുക്കൊരു ആശ്ചര്യം ഉണ്ടാക്കുന്ന സമയം സ്വാമി ഒരാൾ വന്നപ്പോൾ സ്വാമി പറഞ്ഞു ഭുവനേശ്വരിയാണ് ബലം പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു അതെന്താ അങ്ങനെയാണ്. അപ്പോൾ ആ പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു അത് എൻ്റെ അമ്മ വഴിയിലുള്ള കുടുംബക്ഷേത്രമാണ്.
അപ്പോൾ അതാണ് ആ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് ഇത്തരം മഹാപുരുഷന്മാർ അത് കണ്ടെത്തി പറയുന്നത് വെറുതെ അല്ല, ലക്ഷണശാസ്ത്രം. അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞാൽ ഇട്ടിട്ട് പോകും. അന്ന് സ്വാമി തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ മറന്നിട്ട് പോകും. ഈ ആപത്തിൽ പോയി പെടാതിരിക്കാനല്ലേ വരുന്നത്. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മളിത് സൂചന കൊടുക്കുമ്പം അതിനകത്ത് ഉറച്ചു നിൽക്കുകയും ആ ക്ഷേത്രങ്ങൾ കണ്ടുപിടിക്കുകയും അതിൻ്റെ പരിഹാരങ്ങളൊക്കെ ചെയ്യുമ്പോഴേ ജീവിതം സമ്പൽ സമൃദ്ധമായിരിക്കണം. ഒരുപാട് പണമായിട്ടൊന്നുമല്ല നമ്മൾ ജനിക്കുന്നത്. നമ്മൾ ജനിക്കുന്ന കരഞ്ഞുകൊണ്ടേ ജനിക്കുന്നു എന്നുള്ളതാണ്. പണ്ടത്തെ ആൾക്കാർ കരയിച്ചുകൊണ്ടേ മരിക്കുന്നത്. ഇപ്പം നമ്മൾ ആരും കരയാനൊന്നുമില്ല. അപ്പം നമ്മളെ കരയാതിരിക്കാനും ദുഃഖിക്കാതിരിക്കാനും നമ്മൾ ചില വിശ്വാസ പ്രമാണങ്ങളെ, ചില സങ്കല്പങ്ങളെ മുറുകെ പിടിക്കും. അപ്പോഴാണ് സ്വാമിമാരെയും ഇതുപോലെ ജ്യോതിഷ പണ്ഡിതന്മാരെയും കണ്ടിട്ട് എൻ്റെ ഗൃഹനില അനുസരിച്ചിട്ടുള്ള ദോഷങ്ങൾ, പരിഹാരങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ഞാൻ എന്തൊക്കെയാണ് ചെയ്താൽ മാറ്റങ്ങൾ വരിക, എൻ്റെ കുലത്തിൻ്റെ ഇത് എന്തായിരുന്നു, ദേവത എന്തായിരുന്നു, എൻ്റെ ഗൃഹസ്ഥാനത്ത് വല്ല ദോഷങ്ങളുണ്ടോ എന്നെല്ലാം നമ്മൾ കണ്ടുപിടിച്ച് അതിൻ്റെ അകത്തുള്ള ചെറിയ ചെറിയ ലഘു പരിഹാരങ്ങൾ ചെയ്ത് മുമ്പിലോട്ട് പോകുമ്പോൾ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ പട്ടിക്ക് ആഹാരം കൊടുക്കുക, ഈ കരിമരം, ഈ നമ്മുടെ ഈ ചില അമ്പലങ്ങളിൽ 27 നക്ഷത്രങ്ങൾ നട്ടിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരാൾ വിളിച്ച് ചോദിച്ചു ഇതെങ്ങനെയാണ് നക്ഷത്രമെന്ന് പറഞ്ഞു, എന്താണ് പരിഹാരം ചെയ്യേണ്ടത്. നിങ്ങളെ കയ്യിൽ ഒരു ബോട്ടിൽ വെള്ളം ഉണ്ടെങ്കിൽ നക്ഷത്ര വൃക്ഷത്തിൻ്റെ ചുവട്ടിലൊന്ന് ഒഴിക്കുക, അത് മാത്രമേ. ഇപ്പൊ എല്ലാ ക്ഷേത്രങ്ങളിലും നക്ഷത്ര മരങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ ഉണ്ട്. ഇപ്പൊ കരിക്കകത്തൊക്കെ ഞാൻ നോക്കുമ്പോൾ അവിടെ നടിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ പോയിട്ട് നമ്മുടെ നക്ഷത്രം ഏതാ നോക്കി, നക്ഷത്രം നമ്മുടെ മരം ഏതാ നോക്കിയിട്ട് അതിന്റെ മുമ്പിൽ അതിന്റെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചാലും മതി. തൊട്ട് തൊഴുക, പ്രാർത്ഥിക്കുക, ഇത് മാത്രം ചെയ്താൽ മതി. പിന്നെ പക്ഷിയെ, ദൈവത്തിനെ, ഭൂതത്തിനെ ഇതൊക്കെ ദിവസവും വന്ദിക്കുക. അതെ, പക്ഷി ഏതാണ്? ഇവർക്ക് ചകോരമാണ്. ചകോരം. അപ്പൊ അതൊക്കെ മനസ്സുകൊണ്ട് വിചാരിച്ചാൽ തന്നെ മതി. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ടത് കോപാവസ്ഥ ഒന്ന് കുറയ്ക്കുക. നമ്മൾ കോപാവസ്ഥ കുറയ്ക്കുക. ബാക്കി ഇത്രയും വളരെയധികം ശ്രദ്ധിച്ചു പോവുക. ഈ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാവരും എല്ലാ ദൂരെയുള്ള അമ്പലം, ചക്കുളത്ത് അല്ലെങ്കിൽ ചോറ്റാനിക്കര അല്ലെങ്കിൽ മൂകാംബിക ഒക്കെ ഞാൻ പോകുന്നുണ്ട് സ്വാമി, എന്താ പരിഹാരം ലഭിക്കുന്നില്ല, തൊട്ടടുത്തുള്ള പരദേവത ക്ഷേത്രത്തിൽ പോവില്ല. ഈ ക്ഷേത്രങ്ങൾ ഇപ്പം എന്നെ വിളിക്കുന്നത്, എനിക്ക് എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും വിളിക്കാറുണ്ട്. നമ്മൾ ഹിന്ദുക്കൾ മാത്രമല്ല എല്ലാവരും വിളിക്കാറുണ്ട്. അപ്പോൾ ആദ്യം എടുക്കുമ്പോഴേ പറയും സ്വാമി ഞാൻ ക്രിസ്ത്യാനിയാണ്, ഇല്ലെങ്കിൽ സ്വാമി ഞാൻ മുസ്ലിമാണ്. അപ്പം ഞാൻ പറയും നിങ്ങൾ മനുഷ്യരല്ലേ, നിങ്ങൾ മനുഷ്യൻ്റെ പ്രശ്നങ്ങളല്ലോ. ഈ ഓരോ മതാടിസ്ഥാനത്തിലും ഓരോ ബുദ്ധിമുട്ടുകളില്ലല്ലോ. ബുദ്ധിമുട്ട് എല്ലാവർക്കും ഒരുപോലാണ്. എല്ലാവർക്കും വിശക്കും, ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും, മുറിഞ്ഞാൽ കരഞ്ഞാൽ കണ്ണീര് വരും, മുറിഞ്ഞാൽ ചോര വരും. ഇതെല്ലാം മനുഷ്യനുള്ളതാണ്. മനുഷ്യൻ്റെ ഫലങ്ങളാണ് പറയുന്നത്. പിന്നെ ഓരോ ഈ നമുക്ക് ഏത് ഇപ്പോൾ പള്ളിയിൽ പോകാൻ പറഞ്ഞാലും പള്ളികളിൽ പോകാൻ പറഞ്ഞാലും ഇതിനകത്ത് നമ്മൾ പറയുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങൾ പൂർവ്വജന്മം നമുക്ക് അപ്പം തന്നെ കിട്ടും. അത് അവിടെ പോയി ഇന്ന പരിഹാരങ്ങൾ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ മാറിയ എത്രയോ പേരുണ്ട്. അതവരുടെ മനസ്സിൻ്റെ ഊർജ്ജവും മനസ്സിൻ്റെ സമർപ്പണവും തന്നെ ആയിക്കോട്ടെ. അതുകൊണ്ട് ജാതിയും മതവും ഒന്നും നമ്മളെ വിളിക്കുമ്പോൾ പറയേണ്ട ആവശ്യമില്ല. വിഷയം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വന്ന് കാണണമെന്നേ ഉള്ളൂ. പലരും എന്നെ വിളിച്ച് വയ്ക്കണം ഫോണിൽ കൂടെ പറയാൻ പറ്റുമോ? ഫോണിൽ കൂടെ പറയാനുള്ള കഴിവൊന്നുമില്ല. വന്നാലേ പറയാൻ പറ്റൂ. വന്ന് പറഞ്ഞാൽ ഞാൻ വന്ന ക്ഷേത്രത്തിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് അവിടെ വന്നാൽ ഞാൻ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ തെളിയുന്നത് പറഞ്ഞു തരാം. തെളിയുന്നതേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വളരെ ലഘുവായിട്ട് എടുക്കും. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നമ്മുടെ ശരീരം ഒന്ന് കൊണ്ട് കാണിക്കണം, കാലിലൊരു മുറിവ് വന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൊണ്ട് കാണിക്കാനായിട്ട് ഡോക്ടറെ കത്തും, നമ്മൾ വരില്ലേ? അപ്പോൾ നമ്മളെ കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഇതെല്ലാം തന്നെ നമ്മൾ പ്രധാനമായിട്ട് എടുത്തുകൊണ്ട് തന്നെ വരണം. ജ്യോതിഷത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ അന്ധകാരം നിറഞ്ഞു നിൽക്കുന്ന ജ്യോതിഷത്തിലൊരു പ്രകാശമാണ്, പ്രകാശത്തിൻ്റെ ശാസ്ത്രമാണ്. അപ്പോൾ ആ പ്രകാശം പകർന്നു തരാനായിട്ടുള്ള ഒരു ഉപകരണമാവാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പം തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നതിൻ്റെ ദോഷഫലങ്ങൾ ആണ് ഇവിടെ പറഞ്ഞത്. നല്ല ഗുണങ്ങളും ഒരുപാടുണ്ട് അല്ലേ? അതുകൂടെ മാറ്റം വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, സാമ്പത്തികമായിട്ട് ധാരാളം പുരോഗമനം ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. പിന്നെ കർമ്മസ്ഥാനത്ത് ശനി നിൽക്കുന്നെങ്കിലും അത് മുന്നോട്ടുള്ള ഗമനമാണ്. അപ്പോൾ അത് നല്ലതായിട്ടാണ് കാണുന്നത്. പിന്നെ 11ാം ഭാവാധിപനായിട്ടുള്ള കുജൻ 10ൽ നിൽക്കുന്നു. അങ്ങനെയും 10ന്റെ ഫലം എന്താ? അപ്പോൾ 11ാം ഭാവാധിപനാണ്, അപ്പോൾ വരവിന്റെ അധിപനാണ് 10ൽ നിൽക്കുന്നത്. അപ്പോൾ കർമ്മസ്ഥാനം കുറച്ചുകൂടെ മെച്ചപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷേ പണം വരും, പക്ഷെ അത് പ്രയോജനപ്പെടുത്തണം. കാരണം ഇത് പ്രയോജനപ്പെടുത്തണം. അതാണ് പറഞ്ഞത്, ശ്രദ്ധിച്ച് വേണം കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ പാർട്ണർഷിപ്പ് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് കലഹപ്രിയമുള്ളത് കൊണ്ട് പാർട്ണർഷിപ്പ് പെട്ടെന്ന് ദേഷ്യം വരും. അപ്പോൾ അത് കൂടെ നിൽക്കുന്നവർ ആരാണെന്ന് നോക്കി കണ്ടൊക്കെ ചെയ്യും. ഇന്നത്തെ ഒരു ബലം പറയുകയാണെങ്കിൽ 3ൽ കേതുവാണ് നിൽക്കുന്നത്. അപ്പോൾ പരിചാരകർ കൂടെ നിൽക്കുന്നവരുടെ എല്ലാം അവരുടെ നിന്നുള്ള എല്ലാ ദോഷഫലങ്ങളും ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമ്മൾ മുന്നിൽ കണ്ട്. ഈ തിരുവാതിര നക്ഷത്രം ഒരാൾ യാതൊരു മുൻ പരിചയമൊന്നുമില്ല, ഒരാൾ വീട്ടിൽ വാടക താമസിക്കുകയാണ് തൊട്ടപ്പുറത്ത്. അപ്പോൾ അയാളുടെ കുടുംബമായിട്ട് വന്നിട്ട് ഒരു ബിസിനസ്സിന് വേണ്ടി വന്നതാണ്. ഇവരെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാൻ വേണ്ടി വന്നതാണ്. ഈ അമ്മയ്ക്കാണെങ്കിൽ ഭർത്താവൊന്നുമില്ല.
മകൻ പട്ടാളത്തിലെങ്ങാണ്ടാണ്. അപ്പം അയാൾ ഒരു പലവ്യഞ്ജന കട തുടങ്ങാനായിട്ടാണ്. അപ്പം പൈസ ബാങ്കിൽ ലോൺ കിട്ടണമെങ്കിൽ ഒന്നുമില്ല അമ്മേ എന്ന് പറഞ്ഞപ്പം എന്ത് വേണം? എൻ്റെ പ്രമാണം, ഈ പ്രമാണം എടുത്ത് കൊടുത്തു. അയാൾ ബിസിനസ് പൊളിഞ്ഞു ഒരു രാത്രി ഭാര്യയും കൊച്ചിനെയും കൊണ്ടുപോയി. പ്രമാണം പണയത്തിലായി. തിരുവാതിര നക്ഷത്രമാണ്. എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, സ്വാമി എന്തൊരു മാർഗ്ഗമാണ്? മകൻ അറിഞ്ഞ എന്നെ കൊല്ലും. ഞാൻ പറഞ്ഞു വല്ല കാര്യമുണ്ട്, അവിടെ പോയി ഒപ്പിട്ട് കൊടുത്താൽ. അമ്മ അവിടെ പോയി ഗ്യാരണ്ടി ആയിട്ട് ഒപ്പിട്ട് കൊടുത്ത് ആ പ്രമാണം കൊടുക്കണമെങ്കിൽ പൈസ 10,75,000 രൂപയേ ഉള്ളൂ. പക്ഷേ ഈ അമ്മയെ കൊണ്ട് പറ്റൂല. ഒരു പരിചയമില്ല. അതാണ് ഈ തിരുവാതിര നക്ഷത്രം. എടുത്ത് ചാടി അത് ചെയ്തതിൻ്റെ ഫലമാണ് ഇല്ലേ? അപ്പം ഞാൻ പറഞ്ഞു എന്ത് ചെയ്യാൻ? അല്ല സ്വാമി എങ്ങനെയെങ്കിലും ഒരു 75,000 രൂപ എടുത്ത് തരുമോ? ഞാൻ എങ്ങനെയെങ്കിലും അടച്ചു തീർക്കാൻ. നിവൃത്തിയില്ല. വെറുതെ ഇരുന്ന പ്രമാണമാണ്. ഒരു പരിചയമില്ലാത്ത വീടിൻ്റെ ഒരു പോർഷൻ ഈ അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് വാടകയ്ക്ക് താമസിക്കാൻ വന്ന ആൾക്ക് എടുത്ത് ബാങ്കിന് ലോൺ പ്രൈവറ്റ് ബാങ്കിൽ അങ്ങോട്ട് കൊടുത്ത് പ്രമാണം കൊടുത്തപ്പോൾ അവർ കൊടുത്തതാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. തിരുവാതിര നക്ഷത്രക്കാർ എടുത്തു ചാടുക, ചില കാര്യങ്ങൾ ബന്ധങ്ങൾ മുറുകെ പിടിക്കുക. അതിനങ്ങനെ മുയലിന് 2 കൊമ്പുണ്ട്. നമ്മളില്ല മുയലിന് കൊമ്പില്ല, ഇല്ല 2 മുയൽ കൊമ്പുണ്ട് എന്ന് പറഞ്ഞ് അനുസരിക്കാതിരിക്കുക, പെട്ടെന്ന് അന്ധമായിട്ട് ആൾക്കാരെ വിശ്വസിക്കുക. ഇതൊക്കെ ഉണ്ട് അതിനകത്ത്. ദൈവികമായ നല്ല അനുഗ്രഹമുള്ള ഒരു നക്ഷത്രമാണ് അല്ലേ? അപ്പം നാഗാരാധന നടത്തുക, നാഗത്തിനെ ഭജിക്കുക, ആ നാഗത്തിനെ ഉപദ്രവിക്കാതിരിക്കുക, ശിവൻ്റെ ക്ഷേത്രങ്ങളിൽ പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്താൽ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ദോഷം വരും. ഞാൻ തിരുവാതിര തിരുവോണം ലക്ഷണശാസ്ത്ര പ്രകാരം പറഞ്ഞിട്ടുണ്ട്, കണ്ണേശ്വര ഉപാസനയോടെ പറഞ്ഞിട്ടുണ്ട്. ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൂടെ പരിഹാരം കാണാനാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. ഇനി എന്തെങ്കിലും കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ പിന്നെ ശ്യാമിൻ്റെ നമ്പറിൽ വിളിച്ചാൽ അതിൻ്റെ പരിഹാര കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു തരും അല്ലേ? അപ്പോൾ വേറെ എന്തുകൊണ്ട് പറയാനായിട്ട് ഇതിനകത്ത്? വേറെ ഒന്നുമില്ല. പിന്നെ ഇവർക്ക് സ്ത്രീ വിഷയം അത് കുട്ടികളൊന്ന് ശ്രദ്ധിച്ചാൽ, ടീനേജിലുള്ള കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, സ്ത്രീ വിഷയം ഒന്ന് ശ്രദ്ധിക്കുക. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള സൗഹൃദങ്ങൾക്ക് നമ്മളത് ശ്രദ്ധിക്കണം, നല്ലതായി. സ്ത്രീ ആണെങ്കിൽ പുരുഷനുമായിട്ടുള്ള സൗഹൃദവും പുരുഷനാണെങ്കിൽ സ്ത്രീയായിട്ടുള്ള സൗഹൃദവും ഒക്കെ ഉത്തമത്തിലായിട്ട് നിൽക്കുക. അതിനപ്പുറത്തേക്ക് പോയ കാരണം അപമാനവും അപഖ്യാതിയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ, അത് പിന്നെ അതുകൊണ്ടുണ്ടാകുന്ന മാനസിക സംഘർഷവും ദുഃഖവും ഒക്കെ ഉള്ള സാധ്യത ഉള്ളതുകൊണ്ട് അത്തരം സൗഹൃദങ്ങളൊന്ന് സൂക്ഷിക്കണം, വളരെ നല്ലതായിരിക്കും. എന്തായാലും ഇതാണ് തിരുവാതിര നക്ഷത്രത്തിനുള്ള. ഇനിയൊരു മറ്റൊരു നക്ഷത്രത്തെ ഫലമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.